ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫിസിക്സ് ട്യൂട്ടോറിയൽ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഫിസിക്സിൻ്റെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മൾ കഴിഞ്ഞ 2 ചാപ്റ്റേഴ്സിൽ റെസ്റ്റിലിരിക്കുന്ന ചാർജസിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. അവയുടെ ബിഹേവിയേഴ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്നാൽ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഫിസിക്സിൻ്റെ മറ്റൊരു ബ്രാഞ്ചാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബ്രാഞ്ചാണ്. അവിടെ മോഷൻ ഓഫ് ചാർജസ് ആണ്, അതായത് ചാർജുകൾ മൂവ് ചെയ്യുന്ന ചാർജസിനെ കുറിച്ചിട്ട് അവയുടെ പ്രോപ്പർട്ടീസ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. സാധാരണ കേസിൽ ചാർജസ് മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഒരു ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മൾ സാധാരണ ഡെയിലി ലൈഫിൽ കാണാറില്ലേ, നാച്ചുറലി ഉണ്ടാവുന്ന ചില സിറ്റുവേഷൻസിൽ കാണാറില്ലേ. എന്താണ് എക്സാമ്പിൾ? അതായത് ലൈറ്റ്നിങ്ങിൻ്റെ ഒരു കേസ് എടുത്ത് നോക്കി നോക്കാം. ലൈറ്റ്നിങ് എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, അവിടെ ചാർജസ് എന്ത് ചെയ്യുകയാണ്, ക്ലൗഡ്സിൽ നിന്ന് ചാർജസ് എർത്തിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ, അറ്റ്മോസ്ഫിയറിലൂടെ എർത്തിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ഫ്ലോ ഓഫ് ചാർജസ്, ലൈറ്റ്നിങ്ങിൻ്റെ കേസിൽ ഉണ്ടാവുന്ന ചാർജിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് അവിടെ ഒരു സ്റ്റഡി ആയിട്ടുള്ളൊരു കറണ്ടാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ. അങ്ങനത്തെ കേസ് എന്താണ്, സ്റ്റഡി അല്ലാത്തൊരു കറണ്ടാണ്. ബട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന, അതായത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പല ഇലക്ട്രിക്കൽ അപ്ലയൻസസിലൊക്കെ എന്താണ്, സ്റ്റഡി ആയിട്ടുള്ള കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കാണാം. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു സെല്ല് യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ ഒരു ടോർച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ക്ലോക്ക്, അതൊക്കെ എങ്ങനെയാണ്, നമ്മൾ സ്റ്റഡി കറണ്ടാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എന്താ മനസ്സിലാവുന്നത്, സ്റ്റഡി കറണ്ട് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, കറണ്ട് ചില സമയത്ത് സ്റ്റഡി അല്ലാത്ത കേസസും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട്, ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചിട്ട് നോക്കാം. സോ വാട്ട് ഈസ് ഇലക്ട്രിക് കറണ്ട്, എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് നോക്കാം. അതായത് വെൻ കറണ്ട് ഈസ് സ്റ്റഡി ആവുന്ന കേസിൽ നമുക്ക് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ത്രൂ എനി ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ ഈസ് കോൾഡ് ഇലക്ട്രിക് കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. അതായത് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അതായത് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ത്രൂ എനി ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണ് I = Q/T എന്ന് എഴുതാം. അതായത് സ്റ്റഡി കറണ്ട് ആണെന്നുണ്ടെങ്കിൽ I will be equal to Q/T ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും, I = Q/T ആണ് അല്ലെ. ക്യൂവിൻ്റെ യൂണിറ്റ് എന്താണ്, കൂളമാണ്. /T എന്ന് പറയുമ്പോൾ സെക്കൻഡ്. അപ്പോൾ കൂളം പെർ സെക്കൻഡ് അല്ലെങ്കിൽ ആംപെയർ ആണ് എന്ത്, കറണ്ടിൻ്റെ യൂണിറ്റ്. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്, ആംപെയർ ഓർ കൂളം പെർ second. So that is the rate of flow of charge. ഇനി suppose the electric current is not steady, അങ്ങനത്തെ ഒരു കേസിൽ how we can find electric current എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ആ കേസിൽ, അതായത് ഇലക്ട്രിക് കറണ്ട് സ്റ്റഡി അല്ലാത്ത കേസിൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും, കറണ്ട് at a time t across a cross section of a conductor will be the ratio of delta q to delta t at the limit of delta t tending to 0. അതായത് I will be equal to limit delta t tends to 0 delta q by delta t or dq/dt എന്ന് പറയാം. അതായത് കറണ്ട് സ്റ്റഡി അല്ലാത്ത കേസിൽ നമ്മൾ കറണ്ട് I = dq/dt ആണ്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇലക്ട്രിക് കറണ്ട്സ് ഇൻ കണ്ടക്ടേഴ്സ്. അതായത് കണ്ടക്ടേഴ്സിനകത്ത് എങ്ങനെയാണ് ഇലക്ട്രിക് കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാവുന്നത്, അതായത് അവിടെ എന്താണ് ചാർജ് കാരിയേഴ്സ് എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. നമ്മൾ സാധാരണ കേസിൽ ഒരു മെറ്റാലിക് കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ എന്താണ് അവിടുത്തെ ചാർജ് കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അവിടെ എന്തുണ്ടാവും, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസ് ആണ് അവിടുത്തെ ചാർജ് കാരിയേഴ്സ് കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ഉണ്ടാവുന്നത്. ഇനി ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉണ്ടാവുന്ന ഇലക്ട്രോൺസ് ലൂസ്ലി ബൗണ്ട് ടു ദ ന്യൂക്ലിയസ് ആണ് അല്ലേ. ന്യൂക്ലിയസിനോട് വളരെ ലൂസ്ലി ബൗണ്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ വിൽ ബി ഫ്രീ ടു മൂവ്. അപ്പോൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയുന്ന ഇലക്ട്രോൺസ് ആണ് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു സപ്ലൈ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സെൽ അതിലേക്ക് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ആ കേസിൽ എന്ത് സംഭവിക്കും, ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അതായത് ലോവർ പൊട്ടൻഷ്യലിൽ നിന്ന് ഹയർ പൊട്ടൻഷ്യൽ സൈഡിലേക്ക് എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. അതാണ് എന്ത് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. when there is no electric field, the electrons will be moving due to thermal motion. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്തൊരു കേസിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും, തെർമൽ മോഷൻ കൊണ്ടാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുക. ഈ മോഷൻ കാരണം എന്ത് ചെയ്യും, ദേ വിൽ കൊളൈഡ് വിത്ത് ദ ഫിക്സഡ് അയോൺസ്. അതായത് ഫിക്സഡ് അയോൺസിൽ പോയിട്ട് കൊളൈഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വെലോസിറ്റിക്ക് ചേഞ്ചസ് ഉണ്ടാവും. ആൻഡ് ദാറ്റ് വിൽ ബി
കംപ്ലീറ്റ്ലി റാൻഡം, അതായത് റാൻഡം ഡയറക്ഷനിലായിരിക്കും അവ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ആവറേജ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 0 ആണ്. സോ ദർ വിൽ ബി നോ നെറ്റ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വെലോസിറ്റി ഉണ്ടാവുന്നില്ല. അതായത് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവില്ല, ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവില്ല. അവിടെ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇല്ല, ഫ്ലോ ഓഫ് ചാർജസ് പോസിബിൾ ആവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ എന്തുണ്ടാവില്ല, ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവില്ല. അതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്തൊരു കേസിൽ എങ്ങനെയാണ് ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവുക എന്നുള്ളത് ചോദിച്ചാൽ പറയേണ്ടത്. അതായത് അവിടെ എന്തുണ്ടാവില്ല, ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവില്ല. ഓക്കെ, സപ്പോസ് ദർ ഈസ് എൻ ഇലക്ട്രിക് ഫീൽഡ് പ്രസൻറ്റ്. സോ വാട്ട് വിൽ ഹാപ്പൻ, ഇവിടെ നമുക്ക് ഡയഗ്രത്തിൽ കാണാൻ കഴിയും. ഇവിടെ ഇലക്ട്രോൺസിൻ്റെ, അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രസൻ്റ് ആണ്. ദെൻ +q ആൻഡ് -q ചാർജസ് ആർ ദർ. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, അതായത് ഇലക്ട്രോൺസ് വിൽ ബി ആക്സലറേറ്റഡ് ടുവേർഡ്സ് +q, അതായത് ഇലക്ട്രോൺസിൻ്റെ ചാർജ് നെഗറ്റീവാണ്. അപ്പോൾ അതെന്ത് ചെയ്യും, പോസിറ്റീവ് ചാർജിലേക്കാണ് എന്ത് ചെയ്യുക, അട്രാക്ട് ചെയ്യുക. സോ ദാറ്റ് വിൽ ബി മൂവിങ് ടുവേർഡ്സ് +q ആൻഡ് ദർ വിൽ ബി എ ന്യൂട്രലൈസേഷൻ ഓഫ് ചാർജസ്. ഓക്കെ, അതായത് അവ ചാർജസ് എന്ത് ചെയ്യും, അവിടെ ന്യൂട്രലൈസ് ചെയ്യും. ആൻഡ് ദർ വിൽ ബി എൻ ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ആ കേസിൽ, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഉള്ള കേസിലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഇലക്ട്രിക് കറണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അതായത് നമുക്കറിയാം ഫോർ മെയിൻറ്റെയിനിങ് എ സ്റ്റഡി ഫീൽഡ് or steady electric field in the body we have to use സെൽ ഓർ ബാറ്ററീസ്. അതായത് നമ്മൾ പവർ സപ്ലൈ, അതായത് സെല്ല് അല്ലെങ്കിൽ ബാറ്ററീസ് കണക്ട് ചെയ്താൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, സ്റ്റഡി ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വി വിൽ ഗെറ്റ് എ സ്റ്റഡി ഇലക്ട്രിക് ഫീൽഡ് വെൻ വി ആർ കണക്റ്റിംഗ് ഇറ്റ് ടു സെൽസ് ഓർ ബാറ്ററീസ്. അപ്പോൾ മാത്രമാണ് എന്തുണ്ടാവുന്നത്, അവിടെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്തു പോവുള്ളൂ. ഓക്കെ, now we have very important and basic law, that is Ohm's law. Ohm's law എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലോ ആണ്. നിങ്ങൾക്ക് തിയറിയിലും അതുപോലെ തന്നെ പ്രാക്ടിക്കൽസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കാനും വളരെ ഈസി ആയിട്ടുള്ളൊരു ലോ ആണ്. അപ്പോൾ അതൊരിക്കലും വിട്ടുപോകരുത്. അതിനകത്ത് ഡെഫിനിഷൻ, അതുപോലെ തന്നെ ഇക്വേഷൻ, ദെൻ അതിൻ്റെ ഗ്രാഫ്, കണക്ഷൻ ഡയഗ്രാം, ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണെന്ന് നോക്കാം. ഓംസ് ലോ എന്ന് പറയുന്നത് ഒരു ബേസിക് ലോ ആണ്. സോ അത് ഡിസ്കവർ ചെയ്തത് ജോർജ് സൈമൺ ഓം എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 1828 ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു ദ ലോ, അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദ കണ്ടക്ടർ. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് കറണ്ട് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണലാണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അതായത് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ ആണ് അല്ലേ. അതായത് വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ആണ്. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ, ദാറ്റ് ഈസ് ഐ. നമുക്ക് വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് എഴുതാം. ഇനി അതിനെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ആർ ആണ് ഇവിടുത്തെ കോൺസ്റ്റൻറ്റ്. സോ വി ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഐ ആണ്. സോ ആർ വിൽ ബി ഈക്വൽ ടു വി ബൈ ഐ എന്ന് എഴുതാമല്ലോ. സോ ദ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഇസ് R. So R is called resistance of the conductor. Okay, and its SI unit is ohm and it is denoted by the symbol ohm. So this is very important. R is equal to V by I and V is equal to RI. So these equations you have to remember. അപ്പോൾ എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുക, at constant temperature the current flowing through a conductor is directly proportional to the potential difference between the ends of the conductor. ഓക്കെ, അപ്പോൾ അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. വി ഈസ് ഈക്വൽ ടു ആർ ഐ ആണ്. ആർ എന്ന് പറയുന്നതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ റെസിസ്റ്റൻസ് എന്നുള്ള പേരിൽ നിന്ന് തന്നെ കിട്ടും അല്ലേ, ദാറ്റ് റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് കറണ്ട്, ആർ എന്ന് പറയുന്നത്. സോ ദാറ്റ് വിൽ റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് കറണ്ട്. ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ ആണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഓം ആണ്. ഓക്കെ, now we have a very small topic, that is conductance. Conductance means reciprocal of resistance. So C will be equal to 1 by R. Conductance can be represented as C and that is equal to 1 by R. അതായത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസിനെയാണ് കണ്ടക്റ്റൻസ് എന്ന് പറയാം. അപ്പോൾ എന്തായിരിക്കും യൂണിറ്റ്, 1 by R ആണ് ഇക്വേഷൻ. അങ്ങനെ ആകുമ്പോൾ ആറിൻ്റെ യൂണിറ്റ് എന്താണ്, ഓം ആണ് അല്ലേ. അപ്പോൾ കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും, യെസ് 1 by ഓം എന്ന് പറയുമ്പോൾ ഓം ഇൻവേഴ്സ് അല്ലെങ്കിൽ മോ എന്നും പറയാം. MHO, ഓമിനെ ഒന്ന് തിരിച്ചെഴുതിയാൽ മതി, MHO. ഓർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സീമെൻസ്. സീമെൻസ് എന്ന് പറഞ്ഞാലും കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റാണ്, SIEMENS, സീമെൻസ്. അപ്പോൾ 3 യൂണിറ്റ്സ് ആണുള്ളത്, ഓം ഇൻവേഴ്സ്, മോ ഓർ സീമെൻസ്. നൗ വി ഹാവ് ദ എക്സ്പെരിമെൻ്റൽ വെരിഫിക്കേഷൻ ഓഫ് ഓംസ് ലോ. അതായത് എങ്ങനെയാണ് സർക്യൂട്ട് ഡയഗ്രത്തിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്.
ഇവിടെ ഹിയർ വി ഹാവ് ആൻ അമീറ്റർ. എ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് അമീറ്റർ ആണ്. ഹിയർ വി ഇസ് ദ വോൾട്ട് മീറ്റർ. Then we have a cell that is having positive and negative, and rheostat is here, and there is a key. Okay, then we can see that resistance wire, that is the unknown resistance wire. So ഈ എക്സ്പെരിമെൻറ്റിൽ നമ്മളുടെ എയിം എന്ന് പറയുന്നത് R കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് റെസിസ്റ്റൻസ് ഓഫ് ദ വയർ ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എപ്പോഴും നമ്മൾ കണക്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റാർട്ട് ഫ്രം ദ സെൽ, അതായത് ഫ്രം പോസിറ്റീവ് ഓഫ് ദ സെൽ വി ഹാവ് ടു കണക്ട് ടു എ കീ. ഇനി കീ കണക്ട് ചെയ്യുമ്പോൾ ദർ ഇസ് നോ പൊളാരിറ്റി, അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പോസിറ്റീവോ നെഗറ്റീവോ കാണിക്കാത്തത്. സോ ഹിയർ എനിവർ വി ക്യാൻ കണക്ട് ഓൺ ബോത്ത് സൈഡ്സ്, അതായത് ഒരു സൈഡ് എന്ത് ചെയ്യാം, പോസിറ്റീവിൽ നിന്ന് ഒരു കീയിലേക്ക് കണക്ട് ചെയ്യാം. അടുത്ത എൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു അമീറ്റർ പോസിറ്റീവ്. ദെൻ ഫ്രം അമീറ്റർ നെഗറ്റീവ് വി ആർ കണക്റ്റിംഗ് to voltmeter positive, and from the same point we are connecting to the unknown resistance also. So here this is the parallel connection അല്ലേ, അതായത് റെസിസ്റ്റൻസ് വയറും അതുപോലെ തന്നെ വോൾട്ട് മീറ്ററും തമ്മിൽ എപ്പോഴും പാരലൽ കണക്ഷൻ ആയിരിക്കണം. അതായത് വോൾട്ട് മീറ്ററിന് അക്രോസ് ആയിരിക്കണം അൺനോൺ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത്. ആൻഡ് ഫ്രം ദ നെഗറ്റീവ് ഓഫ് ദ വോൾട്ട് മീറ്റർ വി ആർ കണക്റ്റിംഗ് ടു ദ അതർ എൻഡ് ഓഫ് ദ resistance wire, and that end is going to top of the rheostat. So this arrow mark shows the top of the rheostat, and from the opposite side of the rheostat we are connecting to നെഗറ്റീവ് ഓഫ് ദ സെൽ. അത് നമുക്കിവിടെ ഡയഗ്രത്തിൽ കാണാൻ കഴിയും കറക്റ്റായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ എപ്പോഴും റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പോസിറ്റീവ് എൻഡ്, അതായത് ഇപ്പോൾ ഒരു ടോപ്പ് ഓഫ് ദ കണക്ഷൻ എന്ന് പറയുന്നത് മൂവബിൾ പാർട്ടാണ് അവിടെ. അപ്പോൾ ആ ടോപ്പിലേക്ക് കണക്ട് ചെയ്യുന്ന കണക്ഷൻ ആയിരിക്കും എപ്പോഴും ഒരു ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ടാവുക. ഇനി അതിൻ്റെ ബോട്ടം രണ്ട് സൈഡിലും ഓരോ കണക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ടോപ്പിൽ കണക്ഷൻ വരുന്നുണ്ടെങ്കിൽ അടുത്ത കണക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡിലായിരിക്കണം. അതിൻ്റെ സെയിം സൈഡിൽ, അതിൻ്റെ സെയിം താഴെ തന്നെ ഒരു കണക്ഷൻ ഉണ്ടാവും. അത് ചെയ്യരുത്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ. അപ്പോഴാണ് നമുക്ക് കൂടുതൽ വാല്യൂസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കണക്ഷൻസ് വളരെ പ്രോപ്പറായിട്ട് പഠിക്കണം. സർക്യൂട്ട് ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഓംസ് ലോയുടെ എക്സ്പെരിമെൻ്റൽ വെരിഫിക്കേഷൻ. ഇനി ഇവിടെ ചെയ്യേണ്ടത് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. അതിന് വോൾട്ട് മീറ്ററിൻ്റെ റീഡിങ്ങിനനുസരിച്ചിട്ട് ആ മീറ്റർ റീഡിങ് നോട്ട് ചെയ്യുക. അപ്പോൾ വോൾട്ട് മീറ്റർ റീഡിങ്ങും ആ മീറ്റർ റീഡിങ്ങും എഴുതിയാൽ വിയും ഐയും കിട്ടും. ദെൻ ആർ വിൽ ബി വി ബൈ ഐ. അപ്പോൾ ഇത്രയാണ് നമുക്ക് കാണാനുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗ്രാഫ് വരച്ചതിന് ശേഷം അതിൽ നിന്ന് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം. സോ ഹിയർ പോസിറ്റീവ് എൻഡ് ഈസ് കണക്റ്റഡ് ടു കീ, ആൻഡ് ഫ്രം കീ വി ആർ കണക്റ്റിംഗ് ടു അമീറ്റർ പോസിറ്റീവ്. ദെൻ ഫ്രം അമീറ്റർ നെഗറ്റീവ് ടു one end of the resistance wire, and it is going to positive of voltmeter. From negative of the voltmeter we are connecting to the other end of the other end of the resistance wire, and from the same side we are connecting to top of the rheostat, and from the lower portion of the rheostat connecting to negative of the cell. So that is the experimental verification of Ohm's law. Now we have VI graph or voltage current graph. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫാണ്. നമ്മൾ VI, അതായത് ഈ രണ്ട് വാല്യൂസ് വോൾട്ടേജും കറണ്ടും, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ കറണ്ട്, ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വാല്യൂസ് എക്സ്പെരിമെൻ്റലി നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടെങ്കിൽ ആ വാല്യൂസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. ആ ഗ്രാഫിൽ നിന്നാണ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, തിയററ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലാതെ തന്നെ എന്ത് ചെയ്യണം, ഗ്രാഫിക്കലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ along x axis we are taking the current, and along y axis we are taking potential difference or voltage ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്രാഫ് നമുക്ക് കാണാൻ കഴിയും. ദാറ്റ് ഈസ് എ സ്ട്രേറ്റ് ലൈൻ പാസിങ് ത്രൂ ദി ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കണം വി ഐ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ സ്ലോപ്പിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കിട്ടും. അതായത് ആർ എന്ന് പറയുന്നത് എന്താണ്, വി ബൈ ഐ ആണ്. ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ ആണ്. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, എലോങ് വൈ ആക്സിസ് നമ്മൾ വി ആണ് എടുത്തിട്ടുള്ളത്, എലോങ് എക്സ് ആക്സിസ് ഐ ആണ്. അപ്പോൾ ഇവിടെ സ്ലോപ്പ് കാണുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ലോപ്പ് കൺസിഡർ ചെയ്യുക. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് എ ബി സി എന്ന് പറയുന്നതാണ്. അതിൽ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, വൈ ബൈ എക്സ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എ ബി ബൈ ബി സി ആ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതായത് എ ബി ബൈ ബി സി എന്ന് പറയുന്നത് വി ബൈ ഐ ആണല്ലോ. സോ ദാറ്റ് വിൽ ബി റെസിസ്റ്റൻസ്. സോ ഹിയർ വി ഐ ഗ്രാഫ് ഗീവ്സ് റെസിസ്റ്റൻസ്. ഇനി അതിൻ്റെ കണ്ടക്റ്റൻസിൻ്റെ വാല്യൂ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് വിൽ ഗീവ് കണ്ടക്റ്റൻസ്. അപ്പോൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഐ ഗ്രാഫ് വരച്ചതിന് ശേഷം അതിൻ്റെ സ്ലോപ്പ് കാണുക. then we will get the value from y by x. Okay,
ഇവിടെ നമുക്ക് രണ്ട് സെറ്റ് ഓഫ് വാല്യൂസിൻ്റെ ഗ്രാഫാണ് വരച്ചിട്ടുള്ളത്. അതായത് എ ബി എന്ന് പറയുന്ന രണ്ട് ഗ്രാഫുകൾ വി ഐ ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതിനായിരിക്കും മോർ റെസിസ്റ്റൻസ് എന്നുള്ളതാണ് നോക്കുന്നത്. റെസിസ്റ്റൻസ് കൂടുതലെന്ന് പറയുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം, സ്ലോപ്സ് കണ്ടെത്തണം. ഇനി സ്ലോപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവൂല്ലേ ഏതിനാണ് കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടാവുക. അതായത് ഏതിൻ്റെ സ്ലോപ്പാണ് ഇവിടെ വലുത്, സ്ലോപ്പ് ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ബി ആണ് അല്ലേ. അതായത് എയുടെ സ്ലോപ്പാണ് ഗ്രേറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിച്ച് മെറ്റീരിയൽ വിൽ ബി ഹാവിങ് മോർ റെസിസ്റ്റൻസ്. യെസ്, സ്ലോപ്പ് കൂടുതലെന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആറിൻ്റെ വാല്യൂ അവിടെ കൂടുതലായിരിക്കും. സോ മെറ്റീരിയൽ എ ഹാസ് മോർ റെസിസ്റ്റൻസ് ദാൻ ബി. അതായത് ഇവിടെ എക്കാണ് എന്ത് കൂടുതൽ, റെസിസ്റ്റൻസ് കൂടുതൽ. അപ്പോൾ അത് അങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതായത് വിച്ച് വൺ വിൽ ബി ഹാവിങ്, സ്ലോപ്പ് നോക്കിയിട്ട് ഏതിനാണ് കൂടുതൽ റെസിസ്റ്റൻസ് എന്നുള്ളത് കാണാൻ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യണം, സ്ലോപ്പ് നോക്കുക. മോർ സ്ലോപ്പ് ഏതിനാണുള്ളത്, ദാറ്റ് വിൽ ബി ഹാവിങ് ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻസ്. അതായത് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഒരു കണ്ടക്ടറിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂസ് വേരി ചെയ്യും. അതായത് മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിൻ്റെ വാല്യൂസ് ഓൾസോ വിൽ വാരി. സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ resistance of the conductor depends. So there are mainly two factors, that is the material of the conductor and the dimension of the conductor. So in first case, the length of the conductor, that depends on the resistance of the conductor. അതായത് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ എന്ന് പറയുന്നത്, അതായത് ഒരു മെറ്റാലിക് വയറാണ് നമ്മൾ കാണുന്നതെങ്കിൽ ആ മെറ്റാലിക് വയറിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് എന്ത് വേരിയേഷൻ ഉണ്ടാവും, റെസിസ്റ്റൻസിൽ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി നോക്കാം. ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആണ്. അതായത് ആസ് ദ ലെങ്ത് ഇൻക്രീസസ് ദ റെസിസ്റ്റൻസ് ഓൾസോ വിൽ ബി ഇൻക്രീസ്ഡ്. അതായത് ലെങ്ത്തും അതുപോലെ തന്നെ റെസിസ്റ്റൻസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ എന്ന് എഴുതാമല്ലോ. അത് ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് കൂടും, റെസിസ്റ്റൻസ് ഓൾസോ വിൽ ഇൻക്രീസ്. അടുത്ത കേസിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടറാണ്. അതായത് ഒരു റെസിസ്റ്റൻസ് വയർ, അതായത് ഒരു മെറ്റാലിക് വയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അനുസരിച്ച് എന്ത് വ്യത്യാസം വരും, റെസിസ്റ്റൻസിൽ വ്യത്യാസം വരും. സോ ദാറ്റ് മീൻസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ക്രോസ് സെക്ഷണൽ ഏരിയ എ. അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും റെസിസ്റ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ആസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻക്രീസസ് റെസിസ്റ്റൻസ് വിൽ ബി ഡിക്രീസ്ഡ്. സോ ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/a ആണ്. സോ രണ്ടെണ്ണത്തിനും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ എഴുതാം അല്ലേ. LHS രണ്ടും എന്താണ്, ആറാണ്. സോ രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒന്ന് എന്താണ്, ലെങ്ത് ആണ്. ലെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓർ ദ തിക്നെസ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് കുറയും, റെസിസ്റ്റൻസ് കുറയും. സോ ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/a. Now we have a very important topic, that is the resistivity of material. എങ്ങനെയാണ് റെസിസ്റ്റിവിറ്റി കാണുക. അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് കണ്ടു. അതായത് റെസിസ്റ്റൻസ് എന്തൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് കണ്ടു. അപ്പോൾ അതിൽ എന്ത് പറയാൻ പറ്റും, റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതിനൊന്ന് മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്ത് നോക്കാം അല്ലേ. ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു L/A എന്ന് എഴുതാമല്ലോ. So R will be equal to a proportionality constant rho into L/A. അപ്പോൾ ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിനെ, അതായത് റോ എന്ന് പറയുന്നതാണ് റെസിസ്റ്റിവിറ്റി ഓഫ് ദ കണ്ടക്ടർ. റോ ഈസ് കോൾഡ് റെസിസ്റ്റിവിറ്റി. അതായത് R is equal to റോ ഇൻറ്റു L/A ആണ്. അതിൽ റോ എന്ന് പറയുന്നതാണ് റെസിസ്റ്റിവിറ്റി. അപ്പോൾ ഇവിടെ റെസിസ്റ്റിവിറ്റി കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ. സോ റോ വിൽ ബി ഈക്വൽ ടു RA/L ആണല്ലോ. സോ റോ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കിയോ, അതായത് റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ ബട്ട് നോട്ട് ഓൺ ഇറ്റ്സ് ഡയമെൻഷൻസ്. അതായത് റോ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ്, RA/L ആണ്. ഓക്കെ, സോ എങ്ങനെ പറയാം, R വിൽ ബി ഈക്വൽ ടു റോ ഇൻറ്റു L/A ആണ്. ഓക്കെ, സോ റോ വിൽ ബി ഈക്വൽ ടു RA/L. ഇനി ഇതിൻ്റെ യൂണിറ്റ് എങ്ങനെ കാണാം, യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. അതായത് R എന്ന് പറഞ്ഞാൽ ഓം ആണ്, ദെൻ ഏരിയ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ L എന്ന് പറഞ്ഞാൽ ലെങ്ത്, സോ മീറ്റർ. സോ ദിസ് മീറ്റർ ആൻഡ് മീറ്റർ വിൽ ഗെറ്റ് ക്യാൻസൽ, സോ ദ റിമൈനിങ് തിങ് ഈസ് ഓം മീറ്റർ. സോ ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് ഓം മീറ്റർ. ദിസ് ഈസ് ഓൾസോ എ ന്യൂ ടേം, സോ ദാറ്റ് യു ഷുഡ് understand that is R is equal to rho into L/A, where rho is the proportionality constant which is known as resistivity of the conductor. Okay, and its unit is ohm meter. Hope it is clear to you. Now we can conclude the video.
If you like the video, please like, share and subscribe. Thanks for watching.